ഞാൻ വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. അവൽ നനച്ചെടുത്തത്, ഇതിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് അവൽ നനച്ചതാണ്. ഇത് വൈറ്റ് കളറിലെ അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഈ പാത്രത്തിനകത്തോട്ട് ഇടാം. ശർക്കരയുടെ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഫ്ലാക്സ് സീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരമുറി തേങ്ങയുണ്ട്, അതിട്ട് കൊടുക്കാം. ഈ ഒരു ആപ്പിൾ ചോപ്പ് ചെയ്തിടാം. ചോപ്പ് ചെയ്ത ആപ്പിൾ അതിലിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോഴും നമ്മൾ പഴമൊക്കെ ഇട്ടല്ലേ അവല് നനച്ച് കഴിയുമ്പോൾ ഇളക്കി തിന്നുന്നത്. ഈ ആപ്പിൾ ഇട്ടൊന്ന് ഇളക്കി കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ആ ഫ്ലാക്സ് സീഡ്സും ഒക്കെ ഇങ്ങോട്ട് ഇളക്കി. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മുടെ ആ തേങ്ങയുടെയും ആപ്പിളിൻ്റെയും നനവ് മതി. ഇത് തോനെ നനയരുത്. നമ്മളിങ്ങനെ അവല് പച്ചയ്ക്ക് നനച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത്. അതിലിടുന്ന ആ തേങ്ങയുടെയും മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും നനവ് മതി. തോനെ നനയാൻ കൊള്ളില്ല. നനച്ച് അവല് നമുക്ക് ഈ പാത്രത്തിലിടാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഓക്കെ, ആ ഫ്ലാക്സ് സീഡ്സും ആപ്പിളും ഒക്കെ ഇട്ട് അങ്ങോട്ട് ഇളക്കി ഇതേപോലെ നിങ്ങൾ ഈ അവലൊന്ന് നനച്ച് കഴിച്ച് നോക്കി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരവല് നനച്ചത് റെഡി. ഇനിയും ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നവരെ ഏവർക്കും താങ്ക്സ്.